എന്താണ് ഹാബിറ്റ്സ്? എന്തിനാണ് ഹാബിറ്റ്സ്? നമ്മുടെ ബ്രെയിൻ എന്തിനാണ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്? നല്ല ഹാബിറ്റ്സ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ഫ്രീഡം നൽകുക? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങളാണ്. കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹായിക്കുന്ന 4 സ്റ്റെപ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹാബിറ്റ് എന്നത് നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ കുറച്ച് ട്രയൽ ആൻഡ് എറർ നടത്തി കണ്ടെത്തുന്ന ഒരു സൊല്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ TV കാണുമ്പോൾ അതിൻ്റെ റിമോട്ട് കേടായെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ആ റിമോട്ട് എടുത്തിട്ട് അതിന് 3 തല്ലം കൊടുക്കും, അല്ലേ? അതല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് നോക്കും. അതല്ല ഏതെങ്കിലും ഒരു ബട്ടണാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ അതൊന്ന് കൂടുതലായിട്ട് പ്രസ് ചെയ്ത് നോക്കും. അതുമില്ലെങ്കിൽ ആ TVയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ ആ റിമോട്ടിനെ ക്ലോസ് ആക്കി പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യിച്ച് വെക്കും. ഇതെല്ലാം ഒരു തരത്തിൽ ട്രയൽ ആൻഡ് എറേഴ്സാണ്. ഇതിലേതെങ്കിലും ഒന്ന് വർക്കാവും, നമ്മൾ ഹാപ്പിയാവും. ഇവിടെ ഒരു ഹാബിറ്റ് ഫോം ആവുകയാണ് ചെയ്തത്. നമ്മുടെ ബ്രെയിൻ ഈ ഒരു ആക്ഷൻസിനെ അതേപടി കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താലും ഈ ആക്ഷൻസ് ഓട്ടോമാറ്റിക്കലി അവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു ഹാബിറ്റ് സേവ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിയൂ. നമ്മുടെ ഹാബിറ്റ്സ് ക്രിയേറ്റ് ആവുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുമാണ്. ഇതേസമയം നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ആവശ്യമുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ പണ്ട് ഡ്രൈവിംഗ് പഠിച്ചവരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതായത് ആക്സലറേറ്ററും ബ്രേക്കും ക്ലച്ചും ഗിയറും എല്ലാം കൂടെ ജഗ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. ബട്ട് വൺസ് നമുക്ക് ആ റിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി. പിന്നീട് നമ്മൾ തന്നെ ആലോചിക്കും, ഇത്രയും നേരം വണ്ടി പിടിച്ച് നമ്മൾ തന്നെയാണെന്ന്. കാരണം ആ ആക്ഷൻസ് എല്ലാം ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതേസമയം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രീഡംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം അതുപോലെ ചിലവായി പോകും. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഹെൽത്തി ഹാബിറ്റ്സ് വളരെ മോശമാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും വളരെ മോശമായിരിക്കും. മറിച്ചാണെങ്കിൽ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണും ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചിട്ടയില്ലാതെയാണ് പോകുന്നതെങ്കിൽ ഏത് സമയവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് ലോഡ് കൂടുകയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഫ്രീഡം കുറച്ചുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ ഹാബിറ്റ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മളിൽ എങ്ങനെയാണ് ഒരു ഹാബിറ്റ് വർക്കാവുന്നത് നോക്കാം. ഏതൊരു ഹാബിറ്റ് എടുത്താലും അത് ബിൽഡ് ചെയ്യുന്നത് 4 സ്റ്റെപ്സിലൂടെയാണ്. ക്യൂ, ക്രേവിങ്സ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ്. ക്യൂ ആണ് നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ട്രിഗർ ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്ന ഫൈനൽ റിവാർഡ്സിൻ്റെ ഒരു പ്രൈമറി ഇൻഡിക്കേഷനാണ് ക്യൂ എന്ന് പറയുന്നത്. റിവാർഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആകാം. ലൈക്ക് മണി, ഫെയിം, സെക്സ്, ലവ്, അങ്ങനെ നീണ്ടുപോകും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇത്തരത്തിലുള്ള ക്യൂസിനെ തേടിക്കൊണ്ടിരിക്കും. അത് ഫൈനലി ക്രേവിങ്സിലേക്ക് നയിക്കുന്നു. ക്രേവിങ്സ് ആണ് എല്ലാ ഹാബിറ്റ്സിൻ്റെയും മോട്ടിവേഷണൽ ഫോഴ്സ്. മോട്ടിവേഷൻ ഇല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല. നമുക്ക് ക്രേവിങ്സ് തോന്നുന്നത് ഒരു ഹാബിറ്റിനോടായിരിക്കില്ല, മറിച്ച് ആ ഒരു ഹാബിറ്റ് നൽകുന്ന ഒരു ഫീലിനോടായിരിക്കും. ഒരു ഉദാഹരണത്തിന്, നമുക്കൊരു ഫുഡിനോട് ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ അത് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫീൽ ഓർത്തിട്ടായിരിക്കും. അതുപോലെ തന്നെ സ്മോക്കേഴ്സിന് ക്രേവിങ്സ് വരുന്നത് അത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു റിലീഫിനെ ഓർത്തിട്ടായിരിക്കും. അടുത്തത് റെസ്പോൺസ്. നമ്മൾ ചെയ്യുന്ന ആക്ച്വൽ ഹാബിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സ്വീകരിക്കുന്ന ആക്ഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് നല്ല മോട്ടിവേഷൻ അല്ലെങ്കിൽ ക്രേവിങ്സ് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ എബിലിറ്റിക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതിനും അപ്പുറത്തേക്ക് മെൻ്റൽ ഓർ ഫിസിക്കൽ എഫേർട്ട് വേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളതൊരിക്കലും ചെയ്യില്ല. ഫൈനലി റിവാർഡ്സ്. എല്ലാ ഹാബിറ്റ്സിൻ്റെ അവസാനം റിവാർഡിലാണ്. ഒരു റിവാർഡിന് 2 പർപ്പസാണുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് സാറ്റിസ്ഫൈസ്. അതായത് നമ്മുടെ ആ ഒരു ക്രേവിങ്ങിന് ഒരു റിവാർഡിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ടീച്ചേഴ്സ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റിവാർഡ് ഡിറ്റക്ടറാണ്. അതിനുവേണ്ടി ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം തന്നെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹാബിറ്റിലൂടെയാണ് നമുക്ക് റിവാർഡ് ലഭിച്ചതെന്ന് നമ്മുടെ ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഹാബിറ്റിനെ ബ്രെയിൻ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഒരു ഹാബിറ്റ് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ പോലും ആ ഒരു ഹാബിറ്റ് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലർക്കും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും താല്പര്യം വീഡിയോ ഗെയിംസിലൂടെയൊക്കെ ആനന്ദം കണ്ടെത്താൻ തോന്നുന്നത്. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഡിലേ ഉണ്ട്. അതേസമയം വീഡിയോ ഗെയിംസ് ആകുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിവാർഡാണ്. നമ്മുടെ മൈൻഡിലും ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് റിവാർഡ്സിലേക്ക് നമ്മളെ നയിക്കാനാണ് താല്പര്യം. അങ്ങനെ ഒരു റിവാർഡ് കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു ഹാബിറ്റ് ലൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഇനി ഈ 4 സ്റ്റെപ്സിന് നമുക്ക് 2 ഫേസ് ആയിട്ട് തിരിക്കാം. ഒരു പ്രോബ്ലം ഫേസും ഒരു സൊല്യൂഷൻ ഫേസും. ക്യൂ ആൻഡ് ക്രേവിങ്സ് ആണ് പ്രോബ്ലം ഫേസിൽ വരുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസ് ആൻഡ് റിവാർഡ്സ് ആണ് സൊല്യൂഷൻ ഫേസിൽ വരുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് ക്യൂ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഫോണിലേക്ക് തിരിയും. അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ വരും. അത് ക്രേവിങ്സ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആയി. ഇനി ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്ക് എന്താണോ അതവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോൺ കയ്യിലെടുക്കും. റെസ്പോൺസായി. തൽഫലമായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ റീഡ് ചെയ്തു. അതോടുകൂടി ആ ഒരു ക്രേവിങ്സിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് അവിടെ റിവാർഡ് ലഭിക്കുകയാണ്. ആ ഒരു ഹാബിറ്റ് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഡാർക്ക് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ലൈറ്റ് ഓൺ ചെയ്യുമല്ലേ? അതൊരു ഹാബിറ്റാണ്. ഇതൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് പല ഹാബിറ്റ്സും. പലതും നമ്മൾ അൺകോൺഷ്യസ്ലി നടക്കുന്നതിനാൽ ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏതൊരു ഹാബിറ്റ് എടുത്ത് നോക്കിയാലും അത് കടന്നു പോകുന്നത് ഇതുപോലൊരു പ്രോബ്ലം ഫേസിലൂടെയും ഒരു സൊല്യൂഷൻ ഫേസിലൂടെയാണ്. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട 4 സ്റ്റെപ്സ് പറഞ്ഞുതരാം. നമ്മൾ വരും വീഡിയോസിൽ ഇതിൽ ഓരോ സ്റ്റെപ്സിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നാൽ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഐഡിയ തരാം. നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്ക് യുവർ ക്യൂസ് ഒബ്വിയസ്, മേക്ക് ക്രേവിങ്സ് അട്രാക്റ്റീവ്, മേക്ക് റെസ്പോൺസ് ഈസി ആൻഡ് മേക്ക് ദ റിവാർഡ് സാറ്റിസ്ഫൈ. ഒന്നും മനസ്സിലായില്ലോ? ഒരു ഉദാഹരണം പിടിച്ചു. അതായത് ഒരു പേഴ്സൺ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ആ ഒരു പേഴ്സൺ ആ ജിമ്മിൽ കാണുന്നത് മുഴുവൻ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള നല്ല ബോഡി ബിൽഡേഴ്സിൻ്റെ ഇമേജസ് ആയിരിക്കും. അത് ആ ജിമ്മിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. ഇത് ആ ഒരു പേഴ്സണെ റിവാർഡിലേക്ക് നയിക്കുന്ന ക്യൂ ആണ്. തൽഫലമായിട്ട് ആ ഒരു റിവാർഡ് വേണം എന്നുള്ളൊരു ക്രേവിങ്സ് ആ ഒരു പേഴ്സണിൽ ഉണ്ടാവുകയും അതിന് വേണ്ടിയിട്ട് ഡൂവബിൾ ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ആ ഒരു റിവാർഡ് ആ ഒരു പേഴ്സണിൽ എക്സ്പ്രസ് ആവാൻ തുടങ്ങും. ഇനി നിങ്ങൾക്കൊരു ബാഡ് ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് ക്യൂസിനെ ഇൻവിസിബിൾ ആക്കുക, ക്രേവിങ്സിനെ അൺഅട്രാക്റ്റീവ് ആക്കുക, അവിടെ നമ്മൾ എടുക്കേണ്ട ആ ഒരു റെസ്പോൺസിനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാക്കി മാറ്റുക. അതുപോലെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു റിവാർഡിൽ അൺസാറ്റിസ്ഫൈഡ് ആവുക. ആസ് എ റിസൾട്ട് ആ ഒരു ബാഡ് ഹാബിറ്റിനെ നമ്മുടെ ബ്രെയിൻ തന്നെ ബ്രേക്ക് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. സോ ഇത്രയും സമയം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിന് നന്ദി. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.